ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളിയിൽ അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകി ഹൈക്കോടതി. നിയമാനുസൃതം അറ്റകുറ്റപ്പണി നടത്തി സന്നിധാനത്ത് തിരികെ എത്തിക്കാൻ നിർദ്ദേശം നൽകി കോടതി. മുൻപ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകളിൽ അവ്യക്തതയുണ്ട് എന്നും കോടതി പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി മറ്റന്നാൾ പരിഗണിക്കും. അയ്യപ്പ സംഗമം നടക്കുന്ന തീയതികളിൽ വെർച്വൽ ക്യൂവിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം 24 വാർത്തയെ തുടർന്ന് നീക്കുകയായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും ഒപ്പം ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറും ചേരും. ആദ്യം അജീഷിലേക്കാണ്. അജീഷ്, ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ അത് മറ്റന്നാൾ പരിഗണിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിലുള്ളത്? എന്തൊക്കെ ആവശ്യങ്ങൾ ആണ് കോടതിയോട് പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്? രജനി, 20-ാം തീയതി നടക്കുന്ന ആഗോള അയ്യപ്പ സംഘം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഇത് നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും തടയണമെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ മഹേന്ദ്രകുമാറാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റ് 2 ഹർജികൾ കൂടിയുണ്ടായിരുന്നു. ഇത് 20-ാം തീയതി നടക്കുന്നതായതുകൊണ്ട് തന്നെ അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കോടതി അത് സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് മറ്റന്നാളാണ് ഈ കേസ് പരിഗണിക്കുന്നത്. മറ്റന്നാൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനു മുമ്പായിട്ട് ഈ ദേവസ്വം ബോർഡ് ഈ ഹർജിയിൽ ഇപ്പോൾ ഒരു തടസ്സ ഹർജി ഉന്നയിച്ചിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തങ്ങളെ കൂടി കേൾക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ കേരള ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി എത്തി നിൽക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനിയിപ്പോൾ വിഷ്ണു സുരേഷിലേക്ക് വന്നാൽ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേർന്നു. വിഷ്ണു, മറ്റൊരു വിഷയമാണ് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ നേരത്തെ ഹൈക്കോടതി എടുത്ത നിലപാട് എത്രയും പെട്ടെന്ന് അത് തിരികെ എത്തിക്കണം. അത് ചെന്നൈയിലെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് കോടതിയുടെ അനുമതിയോടെ അല്ല എന്ന നിരീക്ഷണം കോടതിയിൽ നിന്നുണ്ടായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് തിരികെ എത്തിക്കണം. മാത്രമല്ല, ദേവസ്വം ബോർഡിന് വലിയ വിമർശനവും ഒക്കെ കോടതിയിൽ നിന്നുണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ അത് മാറ്റുന്നുണ്ട്, കോടതി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് കുഴപ്പമില്ല, അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷം എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്ന രീതിയിലേക്ക് കോടതി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നടത്തിയ അറ്റകുറ്റപ്പണികളുടെ വിശദാംശങ്ങൾ, അതിലെ കണക്കുകളിലുള്ള പൊരുത്തക്കേട്, അതൊക്കെ കോടതി എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? നിലവിൽ ഈ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അത് സ്വർണം ഉരുക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് തിരികെ എത്തിക്കുക ബുദ്ധിമുട്ടാണെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. ഇന്ന് ഹൈക്കോടതി ആ നിലപാട് അംഗീകരിക്കുകയായിരുന്നു. ഈ തിരികെ എത്തിക്കേണ്ട സാഹചര്യമില്ല. അറ്റകുറ്റപ്പണി പൂർണ്ണമാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ സന്നിധാനത്തേക്ക് അത് എത്തിക്കാനുള്ള നടപടികൾ ക്രമീകരിക്കുക എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. മറ്റൊന്ന്, 2009-ലും 2019-ലും ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശുന്ന നടപടി അല്ലെങ്കിൽ അത് അവിടെ ഈ സന്നിധാനത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കണക്കുകളിൽ ചില അവ്യക്തതകളുണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. എത്ര അളവ് സ്വർണം പൂശിയെന്നോ അതിൻ്റെ ചെലവ് എന്താണെന്നോ എന്ന കാര്യത്തിൽ ഈ മഹസറിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വിവരങ്ങൾ പൂർണ്ണമാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ സ്ട്രോങ് റൂമിൽ 2 ദ്വാരപാലക പാളികൾ, സ്വർണ്ണപ്പാളികൾ കൂടി അവിടെ ഉണ്ട്. അത് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക്. അതുകൂടി ചേർത്തായിരിക്കും 8-ാം തീയതി അടുത്ത ബുധനാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് നൽകുക. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ഹൈക്കോടതി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ട ചുമതലയുണ്ട്. അതവർ കൃത്യമായി നിർവഹിക്കുമെന്ന് ഹൈക്കോടതി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, വിർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നേരത്തെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വിർച്വൽ ക്യൂ അതിൽ 19-20 തീയതികളിൽ വരുന്ന ആ ദിവസം വിർച്വൽ ക്യൂ ബ്ലോക്ക് ചെയ്തിരുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അവിടെ വരുന്ന VIP-കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ക്യൂ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ആ ദിവസം 20,000 പേർക്കോളം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങളും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിത്ത്. ശരി, വിഷ്ണു സുരേഷും അജീഷ് ജയകുമാറുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.